CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോലീസിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷ വിമർശനവുമായി PV അൻവർ MLA. നിലമ്പൂരിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് അൻവർ ആഞ്ഞടിച്ചത്. പോലീസിനെതിരെയും സ്വർണ്ണക്കടത്തിനെ കുറിച്ചും പറഞ്ഞതിന് മുഖ്യമന്ത്രി തന്നെ കള്ളനായി ചിത്രീകരിച്ചെന്ന് അൻവർ തുറന്നടിച്ചു. അലനല്ലൂരിൽ PV അൻവറിന്റെ പരിപാടിക്കിടെ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പരാതി പിൻവലിച്ചില്ലെങ്കിൽ കാൽ വെട്ടുമെന്ന് മാധ്യമപ്രവർത്തകന് CPM പ്രവർത്തകരുടെ ഭീഷണി. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയപ്പോൾ CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി മാധ്യമപ്രവർത്തകൻ പറഞ്ഞു. അസഹ്യമായ ചൊറിച്ചിലുമായി വന്ന 20-കാരിയുടെ കണ്ണിൽ നിന്നും 16 സെന്റിമീറ്റർ നീളമുള്ള വിരയെ പുറത്തെടുത്തു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിലാണ് ജീവനുള്ള വിരയെ എടുത്തുകളഞ്ഞത്. പോലീസിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷ വിമർശനവുമായി PV അൻവർ MLA. നിലമ്പൂരിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് അൻവർ ആഞ്ഞടിച്ചത്. പോലീസിനെതിരെയും സ്വർണ്ണക്കടത്തിനെ കുറിച്ചും പറഞ്ഞതിന് മുഖ്യമന്ത്രി തന്നെ കള്ളനായി ചിത്രീകരിച്ചെന്ന് അൻവർ തുറന്നടിച്ചു. ഞാൻ നിരന്തരമായി പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഈ കേരളത്തിൽ വിശ്വസിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ. അറിയാം നമുക്ക് സഖാവ് പിണറായി വിജയനായിരുന്നു. എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം എൻ്റെ വാപ്പ തന്നെയാണ്. എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങൾ? ഈ രാജ്യം നേരിടുന്ന വർഗീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിശക്തനായ നേതാവ് എന്നതായിരുന്നു എൻ്റെ വിശ്വാസം. എത്ര റിസ്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. കേരളത്തിന്റെ നിയമസഭയിൽ കഴിഞ്ഞ 8 വർഷം ഒരാളും മിണ്ടൂല, എന്തെങ്കിലുമൊക്കെ പറയും. പ്രതിപക്ഷം ഉന്നയിക്കുന്ന അനാവശ്യമായ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെയുള്ള ആരോപണങ്ങൾ എത്ര തവണ ഞാൻ റെസിസ്റ്റ് ചെയ്തു. എത്ര ശത്രുക്കൾ ഈ രാജ്യം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി. കയ്യും വെട്ടും കാലും വെട്ടും അല്ലേ? വെട്ടിക്കോളി, കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടി പറയാ. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ആ പാർട്ടി പ്രവർത്തകരെ തള്ളി പറയില്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ സഖാക്കളാണ്, പാവങ്ങളാണ്. അവർക്ക് വേണ്ടിയായി പറഞ്ഞത്. ഇപ്പൊ പാർട്ടി പറഞ്ഞത് കേട്ടില്ല. എന്താ പാർട്ടി പറഞ്ഞത്? ഞാൻ ഇത്രയും ശക്തമായിട്ട് ഈ കാര്യങ്ങൾ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും പറഞ്ഞുകൊണ്ടേ മുമ്പ് ഇരുന്ന ഞാനൊരു പ്രഷർ കൊടുക്കുകയായിരുന്നു. എന്നെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചു. ഭയങ്കര നിലവില ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടി. മുഖ്യമന്ത്രിനെ കാണുന്നതിന് മുമ്പ് എന്നെ SIT രൂപീകരിച്ചു. ഞാൻ ഈ കട്ട മരത്തിന്റെ അതിന്റെ കുറ്റിയൊന്ന് കാണാൻ പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. CCN മലപ്പുറം. അലനല്ലൂരിൽ PV അൻവറിന്റെ പരിപാടിക്കിടെ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പരാതി പിൻവലിച്ചില്ലെങ്കിൽ കാൽ വെട്ടുമെന്ന് മാധ്യമപ്രവർത്തകന് CPM പ്രവർത്തകരുടെ ഭീഷണി. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയപ്പോൾ CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി മാധ്യമപ്രവർത്തകൻ പറഞ്ഞു. ഭീഷണി ഉണ്ടായി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അലനല്ലൂർ കാല് കുത്തിയാൽ കാല് ഒന്നല്ലെങ്കിൽ വെട്ടും, അല്ലെങ്കിൽ നിന്നെ ആയിക്കൂടെ പിന്നെ ഈ വരാനില്ലാത്ത രീതിയിൽ മർദ്ദിക്കുന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് മുസ്തഫ പറയുന്നത് അവിടുത്തെ പഴയ പഞ്ചായത്ത് മെമ്പറാണ്. പിന്നെ അവിടുത്തെ CPMൻ്റെ കുറച്ച് പ്രവർത്തകർ, അതായത് ഞാനും CPM മെമ്പറാണ്, ടൗൺ കമ്മിറ്റി മെമ്പറാണ് ബിയിൽ. ഇത് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ ഇതുവർക്ക് ഇത് കോംപ്രമൈസിന് വഴങ്ങാത്തതുകൊണ്ട് എന്നെ എങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഫോണല്ല, ഡയറക്റ്റ് പോലീസ് സ്റ്റേഷൻ, നാട്ടുകാരിൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ചിട്ട് തന്നെ. CPM പ്രവർത്തകരാണ്. CCN മണ്ണാർക്കാട്. അസഹ്യമായ ചൊറിച്ചിലുമായി വന്ന 20-കാരിയുടെ കണ്ണിൽ നിന്നും 16 സെന്റിമീറ്റർ നീളമുള്ള വിരയെ പുറത്തെടുത്തു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിലാണ് ജീവനുള്ള വിരയെ എടുത്തുകളഞ്ഞത്. തൃശൂരിൽ ജോലി ചെയ്യുന്ന 20-കാരിയുടെ കണ്ണിൽ നിന്നാണ് ജീവനുള്ള വിരയെ നീക്കം ചെയ്തത്. ഡോക്ടർ അനൂപ് രവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത്.
കണ്ണിൽ അസഹ്യമായ ചൊറിച്ചിൽ കാരണം പല ആശുപത്രികളിൽ കാണിച്ചിട്ടും മരുന്നുകൾ ഉപയോഗിച്ചിട്ടും കാരണം കണ്ടെത്തിയിരുന്നില്ല. തുടർന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ഡോക്ടർ അനൂപ് രവി ജീവനുള്ള വിരയെ കണ്ടെത്തിയത്. ഇടതു കൺപോളയിലും തൊലിക്കടിയിലൂടെ സഞ്ചരിച്ച് വലത് കൺപോളയ്ക്കടിയിലും വിരയെ കണ്ടെത്തിയിരുന്നു. യുവതിയുടെ കൺപോളയിൽ ചെറിയ മുറിവുണ്ടാക്കി അതിലൂടെയാണ് ജീവനുള്ള 16 സെന്റിമീറ്റർ നീളമുള്ള വിരയെ പുറത്തെടുത്തത്. ഏതുതരം വിരയാണെന്നറിയാൻ കൂടുതൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഒരാഴ്ച മുൻപും ആശുപത്രിയിൽ 60കാരിയുടെ കണ്ണിൽ നിന്ന് ഡയറോഫൈലേറിയ എന്ന വിരയെ പുറത്തെടുത്തിരുന്നു. CCN മലപ്പുറം. താഴേക്കോട് ശിഹാബ് തങ്ങൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വേണ്ടി യൂത്ത് ലീഗ് താഴേക്കോട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സമ്മാന പെരുമഴയുടെ സമ്മാന വിതരണവും പാലിയേറ്റീവിന് വേണ്ടി യൂത്ത് ലീഗ് വാങ്ങിയ ആംബുലൻസ് സമർപ്പണവും നടന്നു. കരിങ്കല്ലത്താണി സെന്ററിൽ നടന്ന ചടങ്ങ് യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ മുയീൻ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സാന്ത്വന പ്രവർത്തനങ്ങൾ എത്രത്തോളം നമ്മുടെ നാടിന് ആവശ്യമാണ് എന്നുള്ളത് ഓരോ വ്യക്തികളും അവർ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്ന ആളുകൾക്കറിയാം ഓരോ വീടുകളിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന തുക കൊടുക്കാനൊക്കെ എല്ലാവരും തയ്യാറാണ്. ഒരു വർഷത്തിൽ 12 ലക്ഷത്തിൻ്റെ അടുത്താണ് പാലിയേറ്റീവിന് ചെലവ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കളക്ഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷവും വളരെ നല്ല രീതിയിൽ നടത്തി, ഈ പ്രാവശ്യവും നടത്തി. അങ്ങനെ ഇത് യൂത്ത് ലീഗ് എല്ലാവരും ഓരോ ഭാഗങ്ങൾ ഏറ്റെടുക്കുകയാണ്, ഒരു ടീം വർക്കായിട്ട്. യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KV സാലിഹ് അമ്മിനിക്കാട് അധ്യക്ഷനായി. യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ ഇസ്മായിൽ വയനാട് മുഖ്യപ്രഭാഷണം നടത്തി. AK നാസർ, AK മുസ്തഫ, PT ഖാലിദ്, VP റഷീദ്, MT അഫ്സൽ, സിദ്ദിഖ് വാഫി, KM ഫത്താഹ്, അലി പുലാക്കൽ, യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഉപാധ്യക്ഷൻ ഉബൈദ് ആക്കാടൻ, ട്രഷറർ അൻഷാദ് മുദ്രമണ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. കൂപ്പൺ വിതരണത്തിലൂടെ 13 ലക്ഷം രൂപ താഴേക്കോട് ശിഹാബ് തങ്ങൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് യൂത്ത് ലീഗ് നൽകി. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിച്ചവർക്കുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ഫോണുകൾ, സ്മാർട്ട് വാച്ചുകൾ തുടങ്ങിയ സമ്മാനങ്ങളും വിതരണം ചെയ്തു. CCN ചത്തല്ലൂർ. കാഴ്ച പരിമിതിയുടെ ലോകത്ത് അക്കക്കണ്ണിൽ വെളിച്ചവുമായി കരുക്കൾ നീക്കുകയാണ് VJ റിജിൽ. ചെർപ്പുളശ്ശേരി സബ് ജില്ലാ ചെസ് ടൂർണമെന്റിൽ പൊതുവിഭാഗത്തിൽ മത്സരിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് റിജിൽ. ഇന്ത്യക്ക് വേണ്ടി കളിക്കുകയാണ് റിജിന്റെ പ്രധാന ലക്ഷ്യം. എനിക്ക് ചെസ്സുമായിട്ടുള്ള ബന്ധമെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6-7 വർഷത്തെ പരിചയമാണുള്ളത്. കാരണം ഞാൻ മുന്നേ പഠിച്ചിരുന്ന സ്കൂളിലെ ഒരു സാറാണ് എന്നെ ആദ്യം ഇങ്ങനൊരു ഫ്ലൈൻ ചെസ് ഉണ്ടെന്ന് പറയുന്നത്. അതോടനുബന്ധിച്ച് ഞാൻ എന്നെ സാറ് പഠിപ്പിക്കുകയും അങ്ങനെയാണ് ഞാൻ. പക്ഷെ ആ സമയങ്ങളിലൊന്നും എനിക്കിതിൻ്റെ കളി എങ്ങനെയാണ് നമ്മൾ ബുദ്ധി വെച്ച് കളിക്കുന്നതെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് നീക്കുക അല്ലെങ്കിൽ ബോർഡ് അത് മാത്രമാണ് എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സ്കൂളിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയാനും കളിക്കാനും കുറേ അവസരങ്ങൾ കിട്ടിയത്. കരിമ്പുഴ കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്മാരക മാതൃകാ അന്ധവിദ്യാലയത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി VJ റിജിൽ തന്റെ പരിമിതികളെ മറികടന്ന് കരുക്കൾ നീക്കുകയാണ്. കാറൽമണ്ണ NNN MUP സ്കൂളിൽ വെച്ച് നടന്ന ചെർപ്പുളശ്ശേരി സബ് ജില്ലാ ചെസ് ടൂർണമെന്റിൽ പൊതുവിഭാഗത്തിൽ മത്സരിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് റിജിൽ. ചെസ്സിൽ തന്റേതായ ഉയരങ്ങൾ കീഴടക്കാനും ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുമാണ് പ്രധാന ലക്ഷ്യമെന്ന് റിജിൽ പറയുന്നു. ഈ ചെസ് മേഖലയിൽ എനിക്ക് എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ സാധിക്കാം എന്നാണ് എനിക്ക് ആഗ്രഹം. കളിക്കാൻ സാധിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഭാവിയിൽ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കും എന്നൊരു വലിയൊരു ആഗ്രഹം എനിക്കുണ്ട്. നിലവിൽ ചെസ്സിൽ റിജിലിന്റെ ഗുരുക്കന്മാരായിട്ടുള്ളത് ഹെലൻ കെല്ലർ സ്കൂളിലെ അധ്യാപകനായ ക്ലിന്റ് മാത്യുവും കായികാധ്യാപകൻ ലാലുവും അവരോടൊപ്പം സ്റ്റേറ്റ് ആർബിറ്ററും കാറൽമണ്ണ NNN MUP സ്കൂളിലെ കായികാധ്യാപകനുമായ ചെസ്സിൽ നിരവധി സംസ്ഥാന ദേശീയ താരങ്ങളെ വാർത്തെടുത്തിട്ടുള്ള ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ സ്വദേശി സുദീപുമാണ്. കാറൽമണ്ണ സ്കൂളിലെ കുട്ടികളുമായിട്ടൊരു സൗഹൃദ മത്സരത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സുദീപ് സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയും ഞങ്ങളുടെ സ്കൂള് വിസിറ്റ് ചെയ്യാനായിട്ട് വരികയുമാണ് ഉണ്ടായത്. അപ്പോൾ അവിടുത്തെ മികച്ച ചെസ് കളിക്കാരായിട്ടുള്ള കുട്ടികളുമായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ വന്ന് ലോക ചെസ് ഡേയോടനുബന്ധിച്ച് ഒരു സൗഹൃദ മത്സരം കാഴ്ചവെക്കുകയും അത് ഞങ്ങളുടെ കുട്ടികളിൽ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാക്കുകയും ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട്
ചെർപ്പളശ്ശേരി ഉപജില്ലയിൽ നടന്ന ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഞങ്ങളുടെ സ്കൂളിൽ നിന്നും റിജിൽ വിജയ്ക്ക് ഒരു ചാൻസ് കിട്ടുകയും ആ ചാൻസ് ഈ കഴിഞ്ഞ ദിവസത്തോടു കൂടി പിന്നെ സഫലമാകുകയാണ് ഉണ്ടായത്. കാരണം 4 കളിയിൽ പൊതുവിഭാഗത്തിനോട് കളിച്ച് റിജിൽ വിജയ് എന്ന് പറഞ്ഞ എൻ്റെ ഈ സ്റ്റുഡൻറ്റ് അവൻ 4-2 പോയിന്റും നേടിയിരിക്കുകയാണ്. അത് റിജിലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരു ചരിത്ര സംഭവമാണ്. ഞങ്ങളുടെ ഹെലൻ കെല്ലർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര സംഭവമാണ്. ഹെലൻ കെല്ലർ സ്കൂളിലെ ചെസ് പരിശീലകനായ ക്ലിന്റ് മാത്യുവിന്റെയും സഹാധ്യാപകരുടെയും പ്രധാന ലക്ഷ്യം ഒരു സമ്പൂർണ്ണ ചെസ് സാക്ഷരതാ വിദ്യാലയമാക്കി മാറ്റുക എന്നതാണ്. പ്രിയ സുഹൃത്ത്, ഇവിടുത്തെ കായിക അധ്യാപകനായ ലാലു മാസ്റ്ററും ക്ലിന്റ് മാത്യുവും അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായ 100% ചെസ് സാക്ഷരതാ വിദ്യാലയം എന്ന് എന്നോട് സംസാരിച്ചപ്പോൾ അതിനകത്തൊരു സഹായം അല്ലെങ്കിൽ അതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകാമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം തോന്നുകയും അതിൻ്റെ ഫലമായി അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും സഹായങ്ങളും ഞാനും എൻ്റെ സ്കൂളും ചെയ്യാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന ചെർപ്പളശ്ശേരി സബ് ജില്ലാ ചെസ് ടൂർണമെന്റിൽ റിജിലിന് മത്സരിക്കാൻ സാധിക്കുകയും ആ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ റിജിലിന് സഹായകരമാവുകയും ചെയ്തത്. അപ്പോൾ അതിന്റെ ഫലമായി പൊതുവിഭാഗത്തിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ടൈം ലിമിറ്റും അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നേരത്തെ ക്ലിന്റ് മാസ്റ്റർ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ട നിർദ്ദേശങ്ങളും അവർക്ക് റിജിലിന് വേണ്ട അഡ്വാൻസ് ലെവൽ കോച്ചിങ് ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഞാനും എൻ്റെ സ്കൂളിലെ കുട്ടികളും വാഗ്ദാനം ചെയ്യാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. സ്കൂളിൽ ചെസ് പരിശീലനത്തിന് ആവശ്യമായ ചെസ് ബോർഡുകളുടെ കുറവ്, മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ക്ലോക്കുകളുടെയും പരിമിതികൾ മറികടക്കാൻ പൊതുസമൂഹത്തിന്റെ സഹായങ്ങൾ ആവശ്യമാണ്. CCN കടമ്പഴിപ്പുറം. ലോക പേവിഷബാധ ദിനാചരണം കുമരമ്പത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രവും കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. പേവിഷബാധ ദിനാചരണത്തിന്റെ ഭാഗമായാണ് മണ്ണാർക്കാട് കുമരമ്പത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രവും കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചത്. കല്ലടി സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി കുമരമ്പത്തൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പരിപാടി കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗങ്ങളുമൊക്കെ ഇത്തരം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഇതിനൊക്കെ ചെറുക്കുകയും ഇതിനെതിരെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് വർഷത്തിലൊരിക്കൽ ഇത്തരമൊരു ദിനം ആചരിക്കുന്നത്. നമ്മുടെ പ്രദേശങ്ങളിൽ പോലും പേവിഷബാധയേറ്റ് മരണമടയുന്ന സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവ നമ്മുടെ വീട്ടിലൊക്കെ വെറ്ററിനേഴ്സും വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ട്. അവരോട് എല്ലാം തന്നെ ഒരു മൃദു സമീപനം പാലിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ അതിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ്. നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ പെരുന്നാൾ ശല്യമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ ഓഫീസർ അബ്ദുൾ റഷീദ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഒരുപാട് വൈറസ് അസുഖങ്ങൾക്ക് ചികിത്സയില്ല. അതിൽപ്പെട്ട ഒരു അസുഖമാണ് റാബീസ്. പക്ഷെ എന്തുകൊണ്ടാണ് റാബീസ് അസുഖത്തിന് മാത്രം ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, റാബീസ് അസുഖം ബാധിച്ച ആളുകൾ 100% മരണപ്പെടുകയാണ് ചെയ്യുക. അവരൊരിക്കലും രക്ഷപ്പെടില്ല. എന്നാൽ ഒരിക്കലും രക്ഷപ്പെടാത്തതും അവരെ വൈറസ് അസുഖവുമായ വേറെയും അസുഖങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് ബാധിച്ചാലും ആളുകൾ മരണപ്പെടും. റാബീസ് ബാധിച്ചാലും മരണപ്പെടും. പിന്നെ എന്തുകൊണ്ടാണ് ഈ റാബീസിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നത്? റാബീസ് അല്ലാത്ത വേറൊരു അസുഖമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നിപ്പ നമ്മുടെ നാട്ടിൽ അടുത്തൊക്കെ ഉണ്ടായിരുന്നു. നിപ്പ ബാധിച്ചാലും രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. നിപ്പ ബാധിച്ച് മരിച്ചതിന് ശേഷമാണ് അവരുടെ ചികിത്സിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ രക്തവും സലൈവയൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് ഇവർ മരിച്ചതിന് ശേഷം റിസൾട്ട് വരുമ്പോഴാണ് അയാൾക്ക് നിപ്പയായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത്. അപ്പം നിപ്പ ബാധിച്ചാൽ ഓൾമോസ്റ്റ് ആളുകളൊക്കെ മരണപ്പെട്ടു പോകും. പക്ഷെ റാബീസിന് അങ്ങനെ തന്നെയാണ്, എല്ലാവരും മരണപ്പെട്ടു പോകും. പക്ഷെ
റാബീസിന് മാത്രം ഇത് എങ്ങനെ ഒരു പ്രത്യേക ദിനം ആചരിക്കാൻ വേറെ കാരണം? ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ഇന്ദിര അധ്യക്ഷത വഹിച്ചു. ജെ കൃഷ്ണകുമാർ, മെമ്പർമാരായ സിദ്ദിഖ് മല്ലിയിൽ, മേരി സന്തോഷ്, രുക്മിണി, ഹരിദാസ്, സ്കൂൾ പ്രധാനാധ്യാപകൻ ഷെഫീഖ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കല്ലടി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് നടത്തി. CCN മണ്ണാർക്കാട്. ആര്യമ്പാവ് അരിയൂർ GMLP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപക സംഗമവും ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ശിവപ്രസാദിനെ ആദരിക്കലും സംഘടിപ്പിച്ചു. കമ്മിറ്റി ചെയർമാൻ പടുവിൽ മൊയ്തീന്റെ അധ്യക്ഷതയിൽ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറയിൽ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ലക്ഷ്മിക്കുട്ടി സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പടുവിൽ കുഞ്ഞുമുഹമ്മദ്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പൂർവ്വ അധ്യാപകരെ പൊന്നാടണിയിച്ച് ആദരിച്ചു. പൂർവ്വ അധ്യാപിക ഉഷ രവീന്ദ്രനാഥ് എഴുതിയ ചൂട്ട് എന്ന പുസ്തകം സ്കൂളിനു വേണ്ടി പ്രധാന അധ്യാപിക ലക്ഷ്മിക്കുട്ടി ഏറ്റുവാങ്ങി. പൂർവ്വ അധ്യാപകർ പങ്കുവച്ച പഴയ അനുഭവങ്ങൾ സ്കൂളിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജ്ജമേകി. CCN ചത്തല്ലൂർ. തിരുവിഴാംകുന്ന് CPIUP സ്കൂളിലെ കലോത്സവം വർണ്ണാഭമായ കലാവിരുന്നിലൂടെ തുടക്കമായി. വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കലോത്സവം സംഘടിപ്പിച്ചത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ചിലമ്പ് നാടൻപാട്ട് സംഘത്തിന്റെ നാടൻപാട്ട് അവതരണത്തോടെയാണ് തുടക്കം കുറിച്ചത്. നല്ല നാവറ് കേട്ടൊന്നുണരേ തട്ടക തമ്പയുടെ കാവന്നു കേറാൻ പുള്ളർ കൂടം പാടും ആയിരം പാടിയുണരേ നല്ല നാവറ് കേട്ടൊന്നുണരേ തട്ടക തമ്പയുടെ കാവന്നു കേറാൻ പുള്ളർ കൂടം പാടും ആയിരം പാടിയുണരേ നല്ല നാവറ് കേട്ടൊന്നുണരേ തട്ടക തമ്പയുടെ കാവന്നു കേറാൻ പുള്ളർ കൂടം പാടും ആയിരം പാടിയുണരേ നല്ല നാവറ് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഫസീല സുഹൈൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ അധ്യയന വർഷത്തെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സന്തോഷത്തിലാണ് നമ്മൾ ഇന്നെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും പാഠ്യ വിഷയങ്ങളെക്കാളേറെ ഇഷ്ടം തോന്നുന്നത് ഇങ്ങനെയുള്ള പരിപാടികളോടല്ലേ? സ്പോർട്സ്, അതുപോലെ തന്നെ കലോത്സവം, മറ്റുള്ള ആഘോഷങ്ങൾ, ആനുവൽ ഡേ, ഇങ്ങനെയുള്ളതിനോടല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പാഠ്യ വിഷയങ്ങളിൽ നിന്ന് ഒരു ഇടവേള നൽകിക്കൊണ്ട്, ഒരു ബ്രേക്ക് നൽകിക്കൊണ്ട് നിങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ കലാവാസനകൾ വളർത്തിയെടുക്കാനും നല്ലൊരു വേദി നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ കലോത്സവങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നത്. PTA പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി. ഹെഡ്മാസ്റ്റർ ശ്രീവത്സൻ TS, മാനേജർ CP ഷിഹാബുദ്ദീൻ, SRG കൺവീനർ ബിന്ദു P വർഗീസ്, സ്റ്റാഫ് സെക്രട്ടറി C റൈഹാനത്ത്, പ്രോഗ്രാം കൺവീനർ K രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. കലോത്സവം ചൊവ്വാഴ്ച സമാപിക്കും. നാടോടി നൃത്തം, മോഹിനിയാട്ടം, ഒപ്പന, തിരുവാതിരക്കളി എന്നിവ ചൊവ്വാഴ്ച നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും. CCN ചത്തല്ലൂർ. എടത്തനാട്ടൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലായനം 2024 സ്കൂൾ കലോത്സവത്തിന് തുടക്കം.
വിവിധ ഇനങ്ങളിൽ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലോത്സവം ചൊവ്വാഴ്ച സമാപിക്കും. സ്കൂൾ പാർലമെന്റ് കലാ സാംസ്കാരിക വകുപ്പ് മന്ത്രി TK അഷ്ഫാഖ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ആർട്സ് ക്ലബ് സെക്രട്ടറി TS ഷസ ഷംസു അധ്യക്ഷത വഹിച്ചു. കലാഭവൻ ഷംസുദ്ദീൻ പച്ചേരി മുഖ്യാതിഥിയായി. സ്കൂൾ പാർലമെന്റ് ചെയർമാൻ എപിൻ K ഏലിയാസ്, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജ്ന, PTA പ്രസിഡന്റ് അഹമ്മദ് സുബൈർ, PTA വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാം, MPTA പ്രസിഡന്റ് TP സൈനബ എന്നിവർ സംബന്ധിച്ചു. UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അറബിക്, സംസ്കൃതം കലോത്സവങ്ങളിലായി വിവിധ ഇനങ്ങളിൽ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലോത്സവം ചൊവ്വാഴ്ച സമാപിക്കും. CCN ചത്തലൂർ. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മണ്ണാർക്കാട് ജില്ലാ അസോസിയേഷൻ സ്കൗട്ട് മാസ്റ്റർമാരുടെയും ഗൈഡ് ക്യാപ്റ്റന്മാരുടെയും ഏകദിന യോഗവും ദേശീയ സംസ്ഥാന അവാർഡ് ജേതാക്കൾക്കുള്ള അനുമോദനവും നടത്തി. സ്കൗട്ട് ജില്ലാ കമ്മീഷണർ VP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് P വിജയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് മൈക്കിൾ ജോസഫ്, ദേശീയ ഉറുദു അധ്യാപക അവാർഡ് ജേതാവ് ലഫ്റ്റനന്റ് M ഹംസ, വേണുഗോപാൽ എന്നിവരെ ആദരിച്ചു. സ്കൗട്ട് ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ MN നാരായണൻ, മണ്ണാർക്കാട് ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി P വിജയരാഘവൻ, ചെറുപ്പുളശ്ശേരി ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി സുപേർ എന്നിവർ സംസാരിച്ചു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 100-ലധികം സ്കൗട്ട് ആൻഡ് ഗൈഡ് അധ്യാപകർ പങ്കെടുത്തു. CCN ചത്തല്ലൂർ. വിദ്യാർത്ഥികളിലെ അരുതായ്മകളെ തിരുത്താൻ അധ്യാപകർ ജീവിതം കൊണ്ട് യോഗ്യത നേടണമെന്നും അധ്യാപകരുടെ വീഴ്ചകൾ തലമുറയുടെ നാശത്തിന് കാരണമാകുമെന്നും വിസ്ഡം യൂത്ത് പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് അഭിപ്രായപ്പെട്ടു. നമ്മുടെ കുട്ടികളുടെ ഫീലിംഗ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചക ജീവിതത്തിൽ പ്രവാചകൻ തൻ്റെ അനുയായികളാകുന്ന വിദ്യാർത്ഥികളോട് അവരുടെ ഫീലിംഗ് മനസ്സിലാക്കി അദ്ദേഹം സമീപിച്ചിരുന്ന ആ ഒരു സമീപനമുണ്ടല്ലോ, സാഹിർ ബിൻ ഹറാം എന്ന വളരെ വിരൂപിയായ അടിമയായ ഒരു മനുഷ്യൻ വയർത്തൊലിച്ച് കാരക്കകൾ അങ്ങാടിയിൽ കൊണ്ടുപോയി വിളിച്ചു പറയുന്നത് ഇതാ കാരക്കെന്ന് വിളിച്ചു പറയുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖം വിവരണമായിരുന്നു. കാരണം അത്രയും ദരിദ്രനാണ്, വിരൂപിയാണ്. അവൻ്റെ അടുത്ത് നിന്ന് കാരക്ക പോലും ആരും വാങ്ങൂല. അധ്യാപകരിൽ നിന്ന് വിദ്യാർത്ഥികളെ അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങളെ കരുതിയിരിക്കണം. വിദ്യാർത്ഥികളെ അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ ഗുണദോഷിക്കാൻ അവകാശമില്ലെന്ന പ്രചാരണത്തിനു പിന്നിലെ സ്വതന്ത്രവാദ ചതിക്കുഴികളെ സമൂഹം തിരിച്ചറിയണമെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ഉപാധ്യക്ഷനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ PP നസീഫ് അധ്യക്ഷനായി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷറഫ്, വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് K താജുദ്ദീൻ സലാഹി, ജനറൽ സെക്രട്ടറി TK നിഷാദ് സലഫി തുടങ്ങിയവർ പ്രസംഗിച്ചു. CCN പെരിന്തൽമണ്ണ. ഒക്ടോബർ 1 ദേശീയ സന്നദ്ധ രക്തദാന ദിനം സംസ്ഥാനതല ഉദ്ഘാടനം ചൊവ്വാഴ്ച നിലമ്പൂരിൽ നടക്കുമെന്ന് DMO ഡോക്ടർ രേണുക മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് IMA ഹാളിൽ നടക്കുന്ന പരിപാടി മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. നമുക്ക് രക്തം ദാനം ചെയ്യുന്ന വോളണ്ടിയറായിട്ട് രക്തം ദാനം ചെയ്യുന്ന ആളുകളെ നമ്മൾ അനുമോദിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മീൻസ് അവരുടെ ആ ഒരു സേവനത്തെ നമ്മൾ വിലമതിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു ദിനം കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്രാവശ്യത്തെ രക്തത്തിന് സന്ദേശത്തിന്റെ വ്യത്യസ്തരായിരിക്കുക, രക്തം ദാനം ചെയ്യുക, ജീവൻ ദാനം ചെയ്യുക എന്നതാണ്. വ്യത്യസ്തരായിരിക്കുക, രക്തം ദാനം ചെയ്യുക, ജീവൻ ദാനം ചെയ്യുക എന്നതാണ് ഈ വർഷത്തെ ദേശീയ സന്നദ്ധ രക്തദാന മുദ്രാവാക്യം. അണുബാധയില്ലാത്ത രക്തത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് എല്ലാ വിഭാഗം ജനങ്ങളിലും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആജീവനാന്ത രക്തപകർച്ച ചികിത്സ ആവശ്യമുള്ള രോഗികൾക്ക് സുരക്ഷിതമായ രക്തം, രക്ത ഉൽപ്പന്നങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിൽ രക്തദാതാക്കൾ നൽകുന്ന സംഭാവന ഏറെ വലുതാണ്. ഉദ്ഘാടന ചടങ്ങിൽ നിലമ്പൂർ MLA PV അൻവർ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, ജില്ലാ കളക്ടർ VR വിനോദ് തുടങ്ങിയവർ പങ്കെടുക്കും.
ചടങ്ങിൽ സുരക്ഷിത രക്തദാനത്തെക്കുറിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രി രക്തബാങ്ക് തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യും. രക്തദാതാക്കൾക്കുള്ള സമ്മാന വിതരണം, BDKയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രക്തദാന അവബോധ പോസ്റ്റർ പ്രദർശനം, കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ KK പ്രവീണ, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ PM ഫസൽ എന്നിവരും പങ്കെടുത്തു. CCN മലപ്പുറം. അങ്ങാടിപ്പുറം ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ MP-യുടെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകണമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യമുന്നയിച്ച് ET മുഹമ്മദ് ബഷീർ MP-ക്ക് നിവേദനം നൽകി. അങ്ങാടിപ്പുറത്ത് അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ വ്യാപാരികളും യാത്രക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും വളരെയധികം പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2010-ൽ ഭരണാനുമതി കിട്ടി 10 കോടി രൂപ അനുവദിച്ച് സർവേകൾ പൂർത്തീകരിച്ച് 14 വർഷം കഴിഞ്ഞിട്ടും ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് ഇന്നും കടലാസിൽ ഉറങ്ങുകയാണെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി നിവേദനത്തിലൂടെ സൂചിപ്പിച്ചു. പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സേതാലി വലമ്പൂർ, സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ, ട്രഷറർ സക്കീർ അരിപ്ര തുടങ്ങിയ കമ്മിറ്റി ഭാരവാഹികളുമാണ് MP-ക്ക് നിവേദനം നൽകിയത്. CCN പെരിന്തൽമണ്ണ. കോതകുറിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞവും നവരാത്രി ആഘോഷവും വ്യാഴാഴ്ച തുടങ്ങും. വൈകിട്ട് 4:30-ന് നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സംഗീത സംവിധായകൻ വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്യും. വള്ളുവനാടിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ ശ്രീ ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രം, കോതകുറിശിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും സപ്താഹവും അതിവിപുലമായി ആഘോഷിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. 2024 ഒക്ടോബർ 3 മുതൽ 13 കൂടിയ ദിവസങ്ങളിലാണ് ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. രാമചന്ദ്ര പുലവർ വിശിഷ്ടാതിഥിയാകും. വൈകിട്ട് 6-ന് ഡോക്ടർ പ്രശാന്ത് വർമ്മ നയിക്കുന്ന മാനസ ജപലഹരി അരങ്ങേറും. വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് കലാമണ്ഡലം വെങ്കിട്ടരാമനും കുമാരി വൈഷ്ണവിയും സംഘവും അവതരിപ്പിക്കുന്ന പ്രഹ്ലാദ ചരിതം കഥകളിയുമുണ്ടാകും. ശനിയാഴ്ച വൈകിട്ട് 4:30-ന് ആചാര്യവന്ദനവും 5-ന് ദീപപ്രോജ്വലനവും നടക്കും. 6-ന് ഏലൂർ ബിജുവിന്റെ സോപാന സംഗീതം ഉണ്ടാകും. ഒക്ടോബർ 10-ന് വൈകിട്ട് 4-നാണ് സ്വയംവര ഘോഷയാത്ര നടക്കുക. പാലക്കോട് മാരിയമ്മൻ കോവിലിൽ നിന്ന് ആരംഭിച്ച് ചേറമ്പറ്റ ക്ഷേത്രത്തിൽ സമാപിക്കും. വൈകിട്ട് 6:30-ന് തിരുവാതിരക്കളി നടക്കും. ഒക്ടോബർ 11-ന് കുചേലവൃത്തവും വൈകിട്ട് 6:30-ന് നൃത്തനൃത്യങ്ങളും ഉണ്ടാകും. ഒക്ടോബർ 12-ന് സമാപന സദസ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്യും. സോപാന സംഗീത കലാകാരൻ അമ്പലപ്പുഴ വിജയകുമാറിന് ചേറമ്പറ്റ ദേവി പുരസ്കാരം സമർപ്പിക്കും. വിജയദശമി ദിവസം വാഹനപൂജയും എഴുത്തിനിരുത്തലും ഉണ്ടായിരിക്കുമെന്ന് ദേവസ്വം മാനേജർ M പങ്കജാക്ഷൻ, ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് സുചേഷ് S ഉണ്ണി, സപ്താഹ കമ്മിറ്റി ചെയർമാൻ KP ഗിരീഷ്, കൺവീനർ സത്യൻ, കോർഡിനേറ്റർ സുധീർ പടിയത്തുപറമ്പിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CCN ഒറ്റപ്പാലം. കേരള പ്രവാസി സംഘം കുന്നപ്പള്ളി വില്ലേജ് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന ഗർഷം ഭവനങ്ങളുടെ സമർപ്പണം ചൊവ്വാഴ്ച നടക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച വൈകുന്നേരം 4:30-ന് കുന്നപ്പള്ളി വളയമൂച്ചിയിലുള്ള KCAM ഓഡിറ്റോറിയത്തിൽ വച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കേരള പ്രവാസി സംഘം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി എല്ലാ വില്ലേജുകളിലും പ്രവാസം നിർത്തി തിരിച്ചുവരുന്ന വീടില്ലാത്ത പ്രവാസിക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ 8 വീടുകൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിൽ 7ാമത്തെ വീടാണ് മന്ത്രി കൈമാറുന്നത്. പ്രവാസി സംഘം പൊതുവിൽ തിരിച്ചു വന്ന പ്രവാസികളുടെ കൂട്ടായ്മ, പ്രവാസി സാധാരണ വിദേശത്ത് നിൽക്കുന്ന കൂട്ടായ്മ പോലുള്ള ഒരു സംഘടനയല്ല, തിരിച്ചു വന്ന പ്രവാസികളുടെ കൂട്ടായ്മ. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇതിനകത്ത് അംഗങ്ങളായിരിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളുകൾ, ജോലി നഷ്ടപ്പെട്ടു വന്നവരുണ്ട്, രോഗബാധിതരായി തിരിച്ചു വന്നവരുണ്ട്. അങ്ങനെ വിദേശത്തേക്ക് പോകുമ്പോൾ തന്നെ പല സ്വപ്നങ്ങളുമായി പോയി വീട് എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ തിരിച്ചു വന്ന നിരവധി ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്കൊരു സാന്ത്വന സഹായം നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ സംഘടന തീരുമാനിച്ചിരിക്കുന്നത് ഓരോ വില്ലേജ് കമ്മിറ്റിയിലും ഒരു പ്രവാസിക്ക് വീട് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് 8 വീടുകൾ വെക്കാൻ, ആദ്യഘട്ടം എന്നുള്ള 8 വീടുകൾ വെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ഗർഷോ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ സേതുനാഥ് KS, കേരള പ്രവാസി സംഘം പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി രത്നാകരൻ, വില്ലേജ് സെക്രട്ടറി ഷാഹുൽ ഹമീദ്, പത്തത്ത് ആരിഫ്, ജിതേഷ് വള്ളിയത്ത്, മുജീബ്, നവാസ് എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പോലീസിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷ വിമർശനവുമായി PV അൻവർ MLA. നിലമ്പൂരിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് അൻവർ ആഞ്ഞടിച്ചത്. പോലീസിനെതിരെയും സ്വർണ്ണക്കടത്തിനെ കുറിച്ചും പറഞ്ഞതിന് മുഖ്യമന്ത്രി തന്നെ കള്ളനായി ചിത്രീകരിച്ചെന്ന് അൻവർ തുറന്നടിച്ചു. അലനല്ലൂരിൽ PV അൻവറിന്റെ പരിപാടിക്കിടെ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പരാതി പിൻവലിച്ചില്ലെങ്കിൽ കാൽ വെട്ടുമെന്ന് മാധ്യമപ്രവർത്തകന് CPM പ്രവർത്തകരുടെ ഭീഷണി. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയപ്പോൾ CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി മാധ്യമപ്രവർത്തകൻ പറഞ്ഞു. അസഹ്യമായ ചൊറിച്ചിലുമായി വന്ന 20-കാരിയുടെ കണ്ണിൽ നിന്നും 16 സെന്റിമീറ്റർ നീളമുള്ള വിരയെ പുറത്തെടുത്തു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിലാണ് ജീവനുള്ള വിരയെ എടുത്തുകളഞ്ഞത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്, മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.